Hello everyone. Today we will discuss about how to fix or how to solve errors while installing the Weblogic server. അപ്പോൾ Weblogic server ഇൻസ്റ്റാൾ ചെയ്യുന്ന എററുകൾ എങ്ങനെ നമുക്ക് കുറച്ച് എററുകൾ വരാൻ ചാൻസ് ഉണ്ട്. എററുകൾ എങ്ങനെ സോൾവ് ചെയ്യാനാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന ആദ്യം ഇതിൻ്റെ Weblogic സെർവറിൻ്റെ ജാർ ഫയൽ ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്ത് അതൊരു സിപ്പ് ഫയലായിരിക്കും. അതിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഈ 3 ഫയൽസുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ജാർ ഫയൽ നമുക്ക് റൺ ചെയ്യേണ്ടത്. ആ റൺ ചെയ്യാനായിട്ട് നമ്മൾ ഇതിൽ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു എറർ വരാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ സിസ്റ്റത്തിലെ കാര്യങ്ങളൊന്നും മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് വെച്ചിട്ട് റൺ ചെയ്യിക്കണം. ആ കമാൻഡ് പ്രോംപ്റ്റ് എന്തോ ആയിരിക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് പവർ കൊടുത്തിട്ട് വേണം അതിനെ റൺ ചെയ്യിക്കാൻ. അപ്പോൾ ഓക്കെ കൊടുക്കുക. നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. കമാൻഡ് പ്രോംപ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് പവർ കൊടുക്കാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക. അപ്പോൾ ഇവിടെ എസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഓൺ ആയി. ഇനി വേണം ഈ ഫയൽ റൺ ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫയൽ എവിടെയാണുള്ളത് ആ ലൊക്കേഷനിലേക്ക് നമ്മൾ പോകണം. ആ ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് Ctrl+C കോപ്പി ചെയ്ത് നമ്മളിവിടെ ചേഞ്ച് ഡയറക്ടറി CD Ctrl+V ചെയ്ത് കോപ്പി ചെയ്ത് എൻ്റർ അടിക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ ഫയലിൻ്റെ ലൊക്കേഷനാണുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാം അടിച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഫയൽസ് ഒക്കെ കാണാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ജാർ ഫയലാണ് നമുക്ക് റൺ ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി അത് റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് java-jar അടിച്ചിട്ട് ജാർ ഫയലിൻ്റെ സ്റ്റാർട്ടിങ് FM എന്നാണ്. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് മാത്രം അടിച്ചിട്ട് ജസ്റ്റ് ടാബ് ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഫുള്ളായിട്ട് വന്നോളൂ. ഓക്കെ, ഇനി നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു എറർ വരാൻ സംടൈംസ് എറർ വരാം. എക്സ്ട്രാക്റ്റിംഗ് ഇൻസ്റ്റാളറാണ്, ഇൻസ്റ്റാളർ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു എറർ വന്നു. ഇതെന്താണ്, JDK ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള JRE ഇസ് നോട്ട് വാലിഡ്, JDK Home എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു എറർ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനിവിടെ ഇപ്പോൾ Ctrl+X അടിച്ചിട്ട് നമുക്കിത് എക്സിറ്റ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്ത് ഇനി ഈ പ്രശ്നം മാറ്റാൻ വേണ്ടി നമുക്ക് ഇത് റൺ ചെയ്യാനുള്ള ഒരു വേറെ മാർഗം എന്ന് വെച്ചാൽ നേരെ ജാവ ഫയലിലേക്ക് പോകാം. അതെല്ലാവരുടെയും പ്രോഗ്രാം ഫയലിൽ ആയിരിക്കും ജാവ ഉണ്ടാവും. അത് ജാവയിൽ JDK ഓപ്പൺ ചെയ്യാം, JDKൻ്റെ ബിന്ന്. അപ്പം ഇവിടെ ഒരു java.exe ഈ ഫയൽ വെച്ചിട്ടാണ് നമ്മൾ റൺ ചെയ്യുന്നത്. ആ ജാവ എന്ന കോളിന് ഈ ഫയൽ വെച്ചാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ ഫയൽ പാത്ത് കോപ്പി ചെയ്ത് ഇവിടെ ഡബിൾ കോട്ട്സ് ഇടുക, അതിനുള്ളിൽ പേസ്റ്റ് ചെയ്യുക ഫയൽ പാത്ത്. ഇനി ഒരു സ്ലാഷ് ഇട്ട് ആ java.exe കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ എന്തുകൊണ്ട് ആ ജാർ ഫയൽ കൂടെ എടുത്തിട്ട് എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യാം. ഈ ടൈമിൽ ആ എറർ മാറും. ഇപ്പോൾ ഈ ജാവയുടെ ഈ പാത്ത് കൊടുക്കുന്ന സമയത്ത് അത് ഡബിൾ കോട്ട്സിൽ ഇടാൻ മറക്കരുത്. കോട്ട്സിൽ ഇട്ടില്ലെങ്കിൽ അതിന് ഒരു എറർ വരും. ഞാനിവിടെ ആദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഫയൽ ഇവിടെ കാണുന്നത്. നമ്മൾ നേരത്തെ വിളിച്ച ജാവ എന്നുള്ളത് നമ്മൾ നേരിട്ട് എന്താക്കി കൊടുത്തതാണ്, ജാവൻ്റെ അത് എവിടെയാണോ ജാവ ഫയൽ ഉള്ളത് അത് ഫയൽ പാത്ത് സ്പെസിഫൈ ചെയ്ത് വിളിച്ചതാണ്. ജാവന് പകരം ഫയൽ പാത്ത് സ്പെസിഫൈ. ലോജിക് സെർവർ എനേബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് റൺ ചെയ്ത് നോക്കണമല്ലോ അത് കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന്. അതിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഫോൾഡറിൽ ഇങ്ങനെ ഒരു ഫോൾഡർ കൂടെ ആഡ് ആയിട്ടുണ്ടാവും. അത് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ അകത്ത് ഒറാക്കിൾ കോമൺ എന്ന് പറഞ്ഞ് ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഇതിൽ ഈ കോമൺ ഉള്ള ഫോൾഡർ കൂടെ ഓപ്പൺ ചെയ്തിട്ട് ഇതിലെ ബിൻ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ബിൻ ഫോൾഡറിൻ്റെ അകത്ത് ഇവിടെ config.cmd എന്ന ഒരു CMD ഫയൽ ഉണ്ട്. അപ്പോൾ അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ലോജിക് സെർവർ റൺ ആവുന്നതായിരിക്കും. യെസ്, അപ്പം കോൺഫിഗറേഷൻ ഒറാക്കിളുടേതാണ്. ഇതിപ്പോൾ ഒറാക്കിളുടെ വെബ് ലോജിക് സെർവർ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, വെബ് ലോജിക് സെർവർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിയേറ്റ് ന്യൂ ഡൊമൈൻ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഈ ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിരിക്കും. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.